രാവിലത്തെ ബ്രഷിംഗ് പ്രഹസനത്തോടുകൂടി ഇന്നത്തെ എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇന്നൊരു പരീക്ഷണ ദിവസമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് തേങ്ങ വറുത്തൊരിച്ചൊരു കടലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ മൂപ്പിച്ച് ആ മണം വരുമ്പോഴേക്കും മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അരപ്പ് കടലയിലേക്ക് ഒഴിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തിനാവോ എന്നായിരുന്നു എനിക്ക്. പക്ഷെ തിളച്ച് വന്നപ്പോഴേക്കും സംഭവം കളറായിട്ടുണ്ട്. കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ചൂട് പൂരി റെഡിയാക്കിയിട്ടുണ്ട്. ഈ പൂരി എന്നൊക്കെ പറയുന്നത് ഓൾ ഓവർ സ്പെഷ്യൽ ആണല്ലോ. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, വല്ലപ്പോഴും മാത്രമേ പൂരി ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്ത് അവരെ അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ റൂമിലേക്ക് കയറിട്ടോ. കിടന്നെഴുന്നേറ്റ് പില്ലോസും ബെഡ്ഷീറ്റ്സും ഒക്കെ ലെവൽ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. എല്ലാം മടക്കി ഒതുക്കി നീറ്റാക്കി വെച്ചു. വീടൊന്ന് ഒതുങ്ങുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തേനും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് ഒരു സംഭവം ഉണ്ട്. അത് ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. കുടിക്കാൻ അത്ര സുഖമുള്ള സാധനം ഒന്നും അല്ല കേട്ടോ. എങ്ങനെയൊക്കെയാണത് ഞാൻ കുടിച്ചിറക്കുന്നത് അത് നിങ്ങളുടെ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴേക്ക് ശ്യാമും പിള്ളേരെ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നേ. വരുമ്പോൾ എനിക്ക് ബേക്കറിയിൽ നിന്ന് ഒരു സുഖിയനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ച് സുഖിയൻ ഒരു ഹെൽത്തി സ്നാക്ക് ആയിട്ടാട്ടോ ഞാൻ കാണുന്നത്. കാരണം അതിൽ ചെറുപയർ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് കിച്ചണിൽ ഇരിക്കുന്ന ചൂട് പൂരിയും കടലക്കറി എന്നെ നോക്കി വിളിക്കുന്നത്. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റ് പൂരിയാണ് കേട്ടോ. നല്ല ഗോതമ്പ് പൊടിയും കുറച്ച് ക്രഞ്ചിനെസിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മൈദ ഒന്നും ചേർക്കാറില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ, സീ യു.